നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണ്ണിടിച്ചിൽ ഭീതിയിൽ 15ഓളം കുടുംബങ്ങൾ. കുന്നംകുളം നഗരസഭയിലെ ഉരുളിക്കുന്ന് പ്രദേശത്താണ് 15ഓളം കുടുംബങ്ങൾ ദുരിതത്തിലായത്. അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ. കനത്ത മഴയെ തുടർന്ന് വടക്കേക്കരിക്കാട് കിണറിന്റെ ചുറ്റുമതിൽ തകർന്നു. വീതി കുറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമായി. തൃശൂർ നഗരത്തിൽ വൻ മരം വീണ് വാഹനങ്ങൾ തകർന്നു. ചിറ്റാട്ടുകരയിൽ റേഷൻ കടയിൽ വെള്ളം കയറി ഭക്ഷ്യവസ്തുക്കൾ നശിച്ചു. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള പരിശോധന പുനരാരംഭിച്ചു. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള പരിശോധന നിർത്തിയത്. ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്കിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കുന്നംകുളം സിസിടിവി. കെ ഫോൺ ഇന്റർനെറ്റ് കണക്ഷനുകളിൽ തൃശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കണക്ഷനുകൾ നൽകിയ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് സിസിടിവി നെറ്റ്വർക്കിലെ എടക്കഴിയൂർ ഏഷ്യ വിഷ്ണു ലഭിച്ചു. പാവർട്ടി സ്വദേശിയെ ചേറ്റുവ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പാവർട്ടി പൂവത്തൂർ സ്വദേശി സുരേഷിന്റെ മൃതദേഹമാണ് മുനയ്ക്കക്കടവ് മറൈൻ വർക്ക്ഷോപ്പിനടുത്ത് നിന്ന് കണ്ടെത്തിയത്. ബുധനാഴ്ച മുതൽ ഇയാളെ കാണാനില്ലായിരുന്നു. വാർത്തകൾ വിശദമായി. മണ്ണിടിച്ചിൽ ഭീതിയിൽ 15ഓളം കുടുംബങ്ങൾ. കുന്നംകുളം നഗരസഭയിലെ ഉരുളിക്കുന്ന് പ്രദേശത്താണ് 15ഓളം കുടുംബങ്ങൾ മണ്ണിടിച്ചിൽ ഭീതിയിൽ കഴിയുന്നത്. സ്വകാര്യ വ്യക്തിയുടെ ഉയർന്നു നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഏതു സമയവും താഴ്ന്ന ഭാഗത്തുള്ള വീടിനു മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. ജില്ലാ കളക്ടർ, വില്ലേജ് ഓഫീസർ, തഹസീൽദാർ, നഗരസഭാ സെക്രട്ടറി എന്നിവർക്ക് കഴിഞ്ഞ വർഷം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മണ്ണെടുത്തു മാറ്റാൻ വില്ലേജ് അധികൃതർക്ക് നിർദ്ദേശം ലഭിച്ചുവെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. മഴക്കാലം ശക്തമായതോടെ ഉയർന്നു നിൽക്കുന്ന ഭാഗത്തു നിന്നും ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. നിത്യവൃത്തിക്ക് പോലും വകയില്ലാതെ രോഗികളാണ് ഇവിടെ താമസിക്കുന്നവരിൽ കൂടുതൽ പേരും. മണ്ണിടിഞ്ഞ് വീടിന് മുകളിലേക്ക് വീണ് തങ്ങളൊക്കെ മരിച്ചതിനു ശേഷമേ അധികൃതരുടെ കണ്ണു തുറക്കൂ എന്നാണ് ഈ കുടുംബങ്ങളിലുള്ളവർ പറയുന്നത്. അധികൃതർ ഇടപെട്ട് സംഭവത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. അതേസമയം വിഷയം മഴക്കാല ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് നഗരസഭ അധികൃതർ അറിയിച്ചു. നഗരസഭ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ്, ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ T സോമശേഖരൻ, നഗരസഭാ സെക്രട്ടറി KB വിശ്വനാഥൻ, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ PA വിനോദ്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ A അൻസാരി, S രശ്മി, സജീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് സ്ഥലം സന്ദർശിച്ചത്. CCTV ന്യൂസ് കുന്നംകുളം. കനത്ത മഴയെ തുടർന്ന് വടക്കേക്കരിക്കാട് കിണറിന്റെ ചുറ്റുമതിൽ തകർന്നു. ഓട്ടോറിക്ഷ തൊഴിലാളികളടക്കം ഒട്ടേറെ സാധാരണക്കാർ താമസിക്കുന്ന ഭാഗത്തേക്കുള്ള കോൺക്രീറ്റ് റോഡിനോട് ചേർന്നാണ് കിണർ സ്ഥിതി ചെയ്യുന്നത്. ചുറ്റുമതിൽ തകർന്നതോടെ വീതി കുറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര അപകടകരമായി. വർഷങ്ങൾക്ക് മുൻപ് പ്രദേശത്തുകാർ ആശ്രയിച്ചിരുന്ന കിണർ 15 വർഷത്തോളമായി ഉപയോഗശൂന്യമാണ്. പഞ്ചായത്തിന്റേതാണ് കിണറെന്ന് നാട്ടുകാർ പറയുന്നു. കിണർ നവീകരിച്ച് കുടിവെള്ള വിതരണത്തിന് ഉപയോഗിക്കണമെന്നും അല്ലെങ്കിൽ മണ്ണിട്ട് മൂടണമെന്നും നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കിണർ തങ്ങളുടേതല്ലെന്നും കിണറിന്റെ ഉടമസ്ഥരാണ് അത് ചെയ്യേണ്ടതെന്നും പറഞ്ഞ അധികൃതർ ആവശ്യം നിരസിച്ചുവെന്ന് നാട്ടുകാർ പറയുന്നു. പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഈ കിണർ ഉൾപ്പെട്ടിട്ടില്ലെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വാദം. തൃശൂർ നഗരത്തിൽ വൻ മരം വീണു. ഓട്ടോറിക്ഷകൾ തകർന്നു. ശക്തമായ മഴയിൽ ജനറൽ ആശുപത്രിക്ക് സമീപം കോളേജ് റോഡിലാണ് മരം പൊട്ടിവീണത്. അപകടത്തിൽ ഒരു പെട്ടി ഓട്ടോറിക്ഷ പൂർണ്ണമായും ഒരെണ്ണം ഭാഗികമായും തകർന്നു. വെള്ളിയാഴ്ച രാവിലെ 8:30യോടെയാണ് അപകടം. പഴയ സിവിൽ ആശുപത്രി കോമ്പൗണ്ടിൽ നിന്നിരുന്ന കൂറ്റൻ മരത്തിന്റെ വലിയ ശിഖരമാണ് റോഡിലേക്ക് ഒടിഞ്ഞു വീണത്. മരത്തിനടിയിൽ പാർക്ക് ചെയ്തിരുന്ന 2 ഗുഡ്സ് ഓട്ടോറിക്ഷകൾ തകർന്നു. ഒരു ഓട്ടോറിക്ഷ പൂർണ്ണമായും ഒരെണ്ണം ഭാഗികമായുമാണ് തകർന്നത്. ഓട്ടോറിക്ഷകളിൽ ഡ്രൈവർമാരില്ലാതിരുന്നതിനാൽ ദുരന്തമൊഴിവായി. മരം വീണതിനെ തുടർന്ന് വൈദ്യുതി ലൈനുകൾ പൊട്ടിയതോടെ വൈദ്യുതി വിതരണവും താറുമാറായി. കഴിഞ്ഞ ദിവസം സ്വരാജ് റൗണ്ടിൽ തേക്കിൻകാട്ടിൽ നിന്നിരുന്ന മരം കടപുഴകി ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ വീണിരുന്നു. കളക്ട്രേറ്റിന് സമീപവും കൂറ്റൻ മരം കടപുഴകി വീണ് ടൗൺ വെസ്റ്റ് സ്റ്റേഷന്റെ മതിൽ തകർന്നിരുന്നു. CCTV ന്യൂസ് കേച്ചേരി. കനത്ത മഴയിൽ റേഷൻ കടയിൽ വെള്ളം കയറി. അരിയും ഗോതമ്പും ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ മഴവെള്ളം കയറി നശിച്ചു. ചിറ്റാട്ടുകര പള്ളിക്ക് സമീപം പ്രവർത്തിക്കുന്ന TV സരസ്വതിയുടെ പേരിലുള്ള ARD നമ്പർ 61 റേഷൻ കടയിലേക്കാണ് കഴിഞ്ഞ ദിവസത്തെ മഴയിൽ വെള്ളം കയറിയത്. അരി, ഗോതമ്പ്, ആട്ട എന്നിവയുടെ ഏകദേശം 50ഓളം ചാക്ക് ധാന്യങ്ങൾ വെള്ളം കയറിയതിനെ തുടർന്ന് നശിച്ചു. പുറത്തു വെച്ചിരുന്ന 40 ലിറ്റർ മണ്ണെണ്ണയുടെ ഡ്രം വെള്ളത്തിൽ ഒലിച്ചുപോയി. ശക്തമായ മഴയെ തുടർന്ന് വെള്ളം കയറിയതിനാൽ റേഷൻ കടയുടെ പ്രവർത്തനവും തകരാറിലായി. വെള്ളം കയറി നാശനഷ്ടമുണ്ടായ റേഷൻ കടയിൽ കോൺഗ്രസ് നേതാക്കളായ CJ സ്റ്റാൻലി, ബാബു താമരപ്പിള്ളി, CV കൊച്ചുദേവസി, എളവള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം MP ശരത് കുമാർ എന്നിവർ സന്ദർശിച്ചു.
ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്കിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കുന്നംകുളം CCTV. കെ-ഫോൺ ഇന്റർനെറ്റ് കണക്ഷനുകളിൽ തൃശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കണക്ഷനുകൾ നൽകിയ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് CCTV നെറ്റ്വർക്കിലെ എടക്കഴിയൂർ ഏഷ്യ വിഷന് ലഭിച്ചു. തൃശൂർ പേൾ റീജൻസിയിൽ നടന്ന കെ-ഫോൺ ഫ്രാഞ്ചൈസി യോഗത്തിൽ കെ-ഫോൺ മാർക്കറ്റിംഗ് ചീഫ് ജയരാജനിൽ നിന്ന് എടക്കഴിയൂർ ഏഷ്യ വിഷൻ ഉടമയും CCTV ബ്രോഡ്ബാൻഡ് ഡയറക്ടറുമായ MV അബ്ദുൾ സമദ് അവാർഡ് ഏറ്റുവാങ്ങി. ഡ്രൈവിംഗ് ടെസ്റ്റ് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. 2 മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ ഉള്ളിടത്ത് പ്രതിദിനം 80 പേർക്ക് ടെസ്റ്റുകൾ നടത്തും. ഡ്രൈവിംഗ് സ്കൂൾ സമരത്തെ തുടർന്നുള്ള ഒത്തുതീർപ്പ് ചർച്ചയുടെ തീരുമാനപ്രകാരമാണ് സർക്കാർ ഉത്തരവിറങ്ങിയത്. ഗതാഗത വകുപ്പ് നടപ്പാക്കാൻ ഉദ്ദേശിച്ച പരിഷ്കാരങ്ങളിൽ ഇളവുകൾ മന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും വിശദാംശം ഉൾപ്പെടുത്തി ഉത്തരവിറക്കിയിരുന്നില്ല. ഇതുമൂലം ടെസ്റ്റുകളും പഴയപടിയാകാത്ത സാഹചര്യമായിരുന്നു. ഉത്തരവിറങ്ങിയതോടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പുതുക്കിയ നിർദ്ദേശങ്ങളോടെ നടക്കും. ഒരു MVI മാത്രമുള്ള ഓഫീസുകളിൽ 40 ടെസ്റ്റും 2 MVIമാരുള്ളിടത്ത് 80 ടെസ്റ്റുകളും പ്രതിദിനം നടത്താമെന്ന് ഉത്തരവിൽ പറയുന്നു. 25 പുതിയ അപേക്ഷകർ, 10 റീടെസ്റ്റ്, 5 പേർ പഠനാവശ്യത്തിനടക്കം വിദേശത്ത് പോകേണ്ടവരോ അവധിക്ക് വന്ന് മടങ്ങി പോകേണ്ടവരോ ആയ പ്രവാസികൾ എന്ന രീതിയിലാകണം ടെസ്റ്റുകളിലെ മുൻഗണന. വിദേശത്ത് പോകുന്ന അപേക്ഷകർ ഇല്ലാത്ത സാഹചര്യത്തിൽ റീടെസ്റ്റ് അപേക്ഷകരുടെ സീനിയോറിറ്റി പരിഗണിച്ച് അവസരം നൽകണം. 8 വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാം. റോഡ് സുരക്ഷ മുൻനിർത്തി ഗ്രൗണ്ട് ടെസ്റ്റിന് ശേഷം റോഡ് ടെസ്റ്റ് നടത്തുന്ന രീതി തുടരും. റോഡ് ടെസ്റ്റുകൾ നിയമക്രമം പാലിച്ച് റോഡിൽ തന്നെ നടത്തണം. ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിലും ഗ്രൗണ്ടുകളിലും RTO, സബ് RTO ഓഫീസുകളിലും ക്യാമറ സ്ഥാപിക്കാനുള്ള നടപടികൾ മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിക്കും. റോഡ് സുരക്ഷ കണക്കിലെടുത്ത് ഡ്യുവൽ ക്ലച്ച് ബ്രേക്ക് സംവിധാനമുള്ള വാഹനങ്ങളിൽ ടെസ്റ്റ് നടത്തുന്ന രീതി തുടരും. ലേണേഴ്സ് ലൈസൻസ് നേടിയിട്ടുള്ളവരുടെയും ഇതിന്റെ കാലാവധി അവസാനിക്കുന്നവരുടെയും ക്രമം അനുസരിച്ചുള്ള പ്രത്യേക പട്ടിക തയ്യാറാക്കും. ഓരോ ഓഫീസിന്റെ കീഴിലും തീർപ്പാക്കാനുള്ള അപേക്ഷകരുടെ ബാഹുല്യം പരിശോധിച്ച് അധികം അപേക്ഷകരുള്ള സ്ഥലങ്ങളിൽ മോട്ടോർ വെഹിക്കിൾ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് അപേക്ഷ തീർപ്പാക്കുന്നതിനും ഉത്തരവിൽ നിർദ്ദേശമുണ്ട്. പ്രതിദിനം 40 ടെസ്റ്റ് എന്ന മാനദണ്ഡം പാലിച്ചാവണം അപേക്ഷകൾ പരിഗണിക്കേണ്ടത്. മോട്ടോർ വാഹന നിയമത്തിലെ വ്യവസ്ഥ പ്രകാരം ഓരോ ഡ്രൈവിംഗ് സ്കൂളിനും യോഗ്യതയുള്ള ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ഉണ്ടാകണമെന്നും ടെസ്റ്റിന് അപേക്ഷകരെ ഹാജരാക്കുമ്പോൾ സാന്നിധ്യം ഉറപ്പുവരുത്തണമെന്നും ഉത്തരവിൽ നിർദ്ദേശിക്കുന്നുണ്ട്. CCTV ന്യൂസ് കേച്ചേരി. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള പരിശോധന പുനരാരംഭിച്ചു. വൈകിട്ട് 6 മണി വരെയാണ് ഡോക്ടറുടെ സേവനം ലഭിക്കുക. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള പരിശോധന നിർത്തിയത്. ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ജോലി അവസാനിപ്പിച്ച് പോയതിനാലാണ് ഉച്ചയ്ക്ക് ശേഷം ചികിത്സ മുടങ്ങാൻ കാരണം. ഡോക്ടർ ഇല്ലാത്തതിനാൽ രോഗികൾ ബുദ്ധിമുട്ട് നേരിടുന്നതിനെക്കുറിച്ച് CCTV റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. തുടർന്നാണ് അധികൃതർ അടിയന്തരമായി ഡോക്ടറെ നിയമിച്ചത്. 4 പഞ്ചായത്തുകളിൽ നിന്നായി ദിനംപ്രതി 100 കണക്കിന് രോഗികളാണ് എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നത്. ചെളി നിറഞ്ഞ് വൃത്തിഹീനമായി ചൊവ്വന്നൂരിലെ മീമ്പിക്കുളം. സംഭവത്തിൽ പ്രതിഷേധവുമായി BJP പ്രവർത്തകർ രംഗത്തെത്തി. കുന്നംകുളം നഗരസഭയ്ക്ക് കീഴിലുള്ള മീമ്പിക്കുളം വൃത്തിയാക്കുന്നതിനായി നഗരസഭ തുക വകയിരുത്തിയിരുന്നെങ്കിലും കൃത്യമായ രീതിയിൽ പ്രവൃത്തികൾ മുന്നോട്ടു പോകുന്നില്ലെന്ന് BJP പ്രവർത്തകർ ആരോപിച്ചു. കുന്നംകുളം മേഖലയിൽ ഇത്രയും വൃത്തിഹീനമായ കുളം വേറെയില്ലെന്ന് BJP പ്രവർത്തകർ പറയുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കുളം വൃത്തിയാക്കുന്ന നടപടികൾ ആരംഭിച്ചെങ്കിലും ചളി കുളത്തിൽ നിന്ന് കോരിയെടുത്ത് സമീപത്ത് തന്നെ കൂട്ടിയിട്ടിരുന്നതിനാൽ ശക്തമായ മഴയിൽ ഇത് വീണ്ടും കുളത്തിലേക്ക് തന്നെ ഒലിച്ചിറങ്ങി. മാത്രമല്ല സമീപത്തെ പറമ്പിലും നടവഴിയിലും ചളി കൂട്ടിയിട്ട അവസ്ഥയിലാണെന്നും ആരോപണമുണ്ട്. മുൻപ് പ്രദേശത്തെ നിരവധി വീട്ടുകാരാണ് നിത്യോപയോഗത്തിനായി മീമ്പിക്കുളത്തെ ആശ്രയിച്ചിരുന്നത്. എന്നാൽ ചളി നിറഞ്ഞ വെള്ളത്തിൽ നിന്ന് ദുർഗന്ധം വമിച്ചു തുടങ്ങിയതോടെ പ്രദേശവാസികൾക്ക് കുളം ഉപയോഗിക്കാൻ കഴിയാതെയായി. വേനലവധിക്കാലമായതിനാൽ നിരവധി വിദ്യാർത്ഥികൾ നീന്തൽ പഠിക്കാൻ ഇവിടേക്ക് എത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ചളി നിറഞ്ഞതിനെ തുടർന്ന് അപകടഭീതിയിലായ വിദ്യാർത്ഥികൾ നീന്തൽ പഠിക്കാനും എത്താതെയായി. സംഭവത്തിൽ നഗരസഭ അടിയന്തരമായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ തുടർ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് BJP നോർത്ത് ഏരിയ പ്രസിഡന്റ് രാജൻ അമ്മാട്ട്, ബൂത്ത് സെക്രട്ടറി VG ഗിരീഷ്, കമ്മിറ്റി അംഗങ്ങളായ MC വിജീഷ്, KV വിനുലാൽ, PK മനോജ്, KS സുഗുണൻ, KM ദജീഷ് എന്നിവർ അറിയിച്ചു. ഇത് ചേറെടുത്ത് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ ഫണ്ട് മുഴുവൻ വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ ഞങ്ങളുടെ വിശ്വാസം. എന്താ വെച്ചാൽ ഈ ചെയർ ഇനി രണ്ടടിക്ക് അതിലെ കുളത്തിൽ കിടക്കുന്നുണ്ട്. ഈ ചെയർ കംപ്ലീറ്റ് അപ്പുറത്തെ പറമ്പിലേക്കാണ് ഇട്ടിട്ടുള്ളത്. അത് മഴ പെയ്യുമ്പോൾ ഫുള്ളായിട്ട് ഇങ്ങോട്ട് ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് പൂർത്തിയായിട്ട് എടുത്ത് നല്ല വൃത്തിയോട് കൂടിയിട്ട് ജനങ്ങൾക്ക് കുളിക്കാനും ബാക്കിയുള്ള സൗകര്യങ്ങൾക്ക് ഉള്ള സൗകര്യം ഉണ്ടാക്കി തരണം എന്നുള്ളതാണ് BJP നോർത്ത് ഏരിയ കമ്മിറ്റിയുടെ മെയിനായിട്ടുള്ള ആവശ്യം. അതിന് ഇനി തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ
പുതിയ പ്രക്ഷോഭ പരിപാടികളായിട്ട് ഇറങ്ങുന്നതായിരിക്കും. CCTV ന്യൂസ് കുന്നംകുളം. സംസ്ഥാന ഇന്റർ പോളി കലോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ജൂൺ 18 മുതൽ 21 വരെ കുന്നംകുളം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ വെച്ചാണ് സംസ്ഥാന ഇന്റർ പോളി കലോത്സവം സംഘടിപ്പിക്കുന്നത്. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പാൾ സുരേഷ് കുമാർ അധ്യക്ഷനായി. ഇന്റർ പോളി യൂണിയൻ വൈസ് ചെയർപേഴ്സൺ സാംസൺ ആന്റണി, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജിഷ്ണു സത്യൻ, ഫിനാൻസ് കമ്മിറ്റി കൺവീനർ ആർ വിഷ്ണു, വാർഡ് കൌൺസിലർ രേഷ്മ സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. വേലൂർ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിലെ 16 കുടുംബങ്ങളുടെ ഏക ആശ്രയമായ അനുഗ്രഹ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ കളക്ടർക്ക് പരാതി നൽകി. റോഡ് നിർമ്മാണത്തിനാവശ്യമായ MLA ഫണ്ട് ലഭിച്ചിട്ടും സ്വകാര്യ വ്യക്തി റോഡ് നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്നു എന്നാണ് ആരോപണം. റോഡിന്റെ അവകാശിയെന്ന് സ്വയം അവകാശപ്പെടുന്ന സ്വകാര്യ വ്യക്തി റോഡ് നിർമ്മാണത്തിന് എതിർ നിൽക്കുന്നതായി വാർഡ് മെമ്പർ സ്വപ്ന രാമചന്ദ്രൻ ആരോപിച്ചു. അനുഗ്രഹ റോഡ് എന്നു പേരിലുള്ള വഴി പ്രദേശവാസികളുടെ ആധാരത്തിൽ 5 കോലുണ്ടെന്ന് കാണിച്ചിട്ടുള്ളതാണ്. എന്നിട്ടും സ്വകാര്യ വ്യക്തി റോഡിൽ മണ്ണിടുന്നതിന് പോലും സമ്മതിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ സ്ഥലം വാങ്ങിയിട്ട് ഞങ്ങൾക്ക് ഈ വഴി ആധാരത്തിൽ പെട്ടിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് പാസ്സായിട്ട് പോലും ഞങ്ങൾക്ക് ഈ റോഡ് നേരെയാക്കാൻ പറ്റിയിട്ടില്ല. ഒരാൾക്കൊന്ന് വയ്യാതെ ആയാലും ഒരു കുട്ടികൾക്ക് ഇതായാലോ സ്കൂൾ തുറന്നൊന്ന് കുട്ടികൾക്ക് പോകണ ചെറിയ വഴിയുടെ അവസ്ഥ ഇതാണ്. ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റോ ഒന്നുമില്ല, പാമ്പുകളും വെള്ളം കെട്ടി നിറഞ്ഞു. ഇവിടെ ഒരു ഗ്യാസ് വണ്ടി വരില്ല, ഒരു മീൻകാരൻ വരില്ല, ഒരു വാടക വണ്ടി വിളിച്ചത് വരില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇതിന് ഇടയിറങ്ങി ഞങ്ങൾക്ക് ഇതിന് ശാശ്വത പരിഹാരം ചെയ്തു തരണം. പഞ്ചായത്തിൽ കൊടുത്ത് ഫണ്ട് പാസ്സായിട്ട് 10 ലക്ഷം രൂപ പാസ്സായിട്ട് ഇവിടെ വന്നിട്ട് ആ മെറ്റീരിയൽ ഇറക്കാനോ പണി ചെയ്യാനോ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയില്ല. അവർക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ ഈ 16 വീട്ടുകാർ ഈ നിറച്ചു പാമ്പുകളാണ് മുട്ടയിട്ട് വിരിച്ചിട്ട്. നിത്യരോഗികളും വയോധികരും കുട്ടികളും ഉൾപ്പെടുന്നവരാണ് റോഡിന്റെ ഇരുവശങ്ങളിലുമായി താമസിക്കുന്നത്. രോഗികളെയും സ്കൂൾ കുട്ടികളെയും കൊണ്ടുപോകുന്നതിന് ഒരു വാഹനവും ഈ വഴിയിലൂടെ വരില്ല. കുണ്ടും കുഴിയിലും ചെളിയും വെള്ളവും നിറഞ്ഞ് കാൽനട പോലും സാധ്യമല്ലാതായിരിക്കുകയാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ കാണിച്ച് നവകേരള സദസ്സിലും പരാതി നൽകിയിരുന്നതായി പറയുന്നു. ലഭിക്കുന്ന ഫണ്ടുകൾ സ്വകാര്യ വ്യക്തി എതിര് നിൽക്കുന്നതുകൊണ്ട് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ കളക്ടറും തഹസിൽദാറും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇടപെടണമെന്ന് വാർഡ് മെമ്പർ സ്വപ്ന രാമചന്ദ്രനും നാട്ടുകാരും ആവശ്യപ്പെട്ടു. ഇത്രയും ആളുകളുടെ ആധാരത്തിൽ മുഴുവൻ ഇവർക്ക് നടപ്പവകാശവും 5 കോല് വഴി ഇവർക്ക് ഉപയോഗിക്കാനുള്ള അവകാശവും ഇവർക്ക് കറണ്ട് കണക്ഷൻ ഉപയോഗിക്കാനും പൈപ്പ് ലൈൻ വലിക്കാനും എല്ലാ കാര്യങ്ങൾക്കും ഉള്ള അവകാശം ഉണ്ടായിരിക്കുമ്പോൾ ഇന്ന് ഈ ലോകത്ത് സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും ഈ സഞ്ചാര സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. പക്ഷെ അതുപോലും നിഷേധിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. തഹസിൽദാർ അടക്കമുള്ള മുഴുവൻ ആളുകളും ഉൾപ്പെട്ടുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഇത്രയും ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. CCTV ന്യൂസ് വേലൂർ. പുന്നേർകുളം പഞ്ചായത്തിൽ മഴക്കെടുതി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൺട്രോൾ റൂം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. പ്രസിഡന്റ് ജാസ്മിൻ ഷഹീറിന്റെ അധ്യക്ഷതയിൽ EK നിഷാർ കൺട്രോൾ റൂമിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. മഴക്കെടുതി ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് എമർജൻസി റെസ്പോൺസ് ടീം രൂപീകരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് CS രശ്മി, KSEB പ്രതിനിധികൾ, പഞ്ചായത്ത് അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, സ്കൂൾ പ്രധാന അധ്യാപികമാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മഴക്കെടുതി മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് 0487 25 42 24 3 എന്ന കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാവുന്നതാണ്. നിയന്ത്രണം വിട്ട കാറിടിച്ച് ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു. ചൂണ്ടൽ പഞ്ചായത്തിലെ പെലക്കാട്ടുപയ്യൂർ സൂര്യഗ്രാമം റോഡിലാണ് അപകടം നടന്നത്. വെള്ളിയാഴ്ച ഉച്ചയോടെ പ്രദേശവാസിയുടെ എർട്ടിക്ക കാറാണ് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റിന്റെ മധ്യഭാഗം പൊട്ടി കാറിന് മുകളിലേക്ക് മറിഞ്ഞു. കാറിന്റെ മുൻഭാഗം തകർന്ന നിലയിലാണ്. ഇലക്ട്രിക് പോസ്റ്റ് തകർന്നതിനെ തുടർന്ന് മേഖലയിലെ വൈദ്യുതി വിതരണം നിശ്ചലമായി. KSEB കൂനമുച്ചി സെക്ഷനിൽ നിന്നുള്ള ജീവനക്കാരെത്തി പോസ്റ്റ് മാറ്റി സ്ഥാപിച്ച ശേഷം വൈകിട്ടോടെയാണ് മേഖലയിലെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. പുന്നേർകുളത്ത് കാറ്റിൽ തെങ്ങ് വൈദ്യുതി ലൈനിന് മുകളിലേക്ക് മറിഞ്ഞു വീണു. വൈദ്യുതി ബന്ധം തകരാറിലായി. ഇന്ന് വൈകിട്ട് 4 മണിയോടെയായിരുന്നു തെങ്ങ് മറിഞ്ഞു വീണത്. വയലത്തൂർ സെന്ററിലെ ട്രാൻസ്ഫോമറിൽ നിന്നുള്ള 11 kV ലൈനിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. ട്രാൻസ്ഫോമറിനും കേടുപാടുകൾ സംഭവിച്ചു.
നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ മൂലം വൻ അപകടം ഒഴിവായി. വിവരം അറിയിച്ചതിനെ തുടർന്ന് KCB ജീവനക്കാർ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. റോഡിൽ വൈദ്യുതി ലൈനിന് മുകളിൽ വീണുകിടക്കുന്ന തെങ്ങ് ഗതാഗതത്തിനും തടസ്സമായി. ഗുരുവായൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി. ഫയർ റെസ്ക്യൂ സീനിയർ ഓഫീസർ നിതിൻ രാജ്, ഫയർ ഓഫീസർമാരായ സമീർ, വിനോദ്, ഗണേശൻ, മോഹൻദാസ്, അഴിജിത്ത് എന്നിവരടങ്ങിയ സംഘം സ്ഥലത്തെത്തി തെങ്ങ് മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ട്രാൻസ്ഫോമറിന് കേടുപാടുകൾ സംഭവിച്ചതിനാൽ അടുത്ത ദിവസം വൈദ്യുതി പുനഃസ്ഥാപിക്കുമെന്ന് സബ് എഞ്ചിനീയർ CV ജോജോ അറിയിച്ചു. പാവർട്ടി സ്വദേശിയെ ചേറ്റുവ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പാവർട്ടി പൂവത്തൂർ സ്വദേശി സുരേഷിന്റെ മൃതദേഹമാണ് മുനിക്കക്കടവ് മറൈൻ വർക്ക്ഷോപ്പിനടുത്ത് നിന്ന് കണ്ടെത്തിയത്. വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. പാവർട്ടി പോലീസ് സംഭവസ്ഥലത്തെത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പാവർട്ടി പാങ്ങിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പിലെ ജീവനക്കാരനായിരുന്നു സുരേഷ് കുമാർ. ബുധനാഴ്ച മുതൽ ഇയാളെ കാണാനില്ലായിരുന്നു. തുടർന്ന് വീട്ടുകാർ പാവർട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെ മത്സ്യത്തൊഴിലാളികളാണ് നിർത്തിയിട്ടിരുന്ന ബോട്ടിനടിവശത്തായി മൃതദേഹം കണ്ടെത്തിയത്. തുളസി ഭാര്യയാണ്. സഹന, സജന എന്നിവർ മക്കളാണ്. പെരുമ്പിലാവ് കുറ്റിപ്പുറം സംസ്ഥാന പാത കൊരട്ടിക്കര വട്ടമാവിൽ റോഡിന് ഒരു വശത്ത് മണ്ണ് താഴുന്നത് അപകട ഭീഷണിയാകുന്നു. വട്ടമാവ് ലോറി സ്റ്റാൻഡിന് സമീപത്ത് സിറ്റി ഗ്യാസ് പൈപ്പ് ലൈനു വേണ്ടി കുഴിച്ച മണ്ണിട്ട ഇടങ്ങളിലാണ് മഴ ശക്തമായതോടെ മണ്ണിറങ്ങി കുഴി രൂപപ്പെട്ടത്. പാതയിൽ വീതിയേറെയുള്ളതിനാൽ വലിയ വാഹനങ്ങൾ വിശ്രമിക്കാനായി സൈഡാക്കിയിടുക പതിവാണ്. അപകട ഭീഷണിയെ തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ സ്റ്റാൻഡിലെത്തിയ ഡ്രൈവർമാരും സമീപത്തെ കച്ചവടക്കാരും ചേർന്ന് കുഴി രൂപാന്തരപ്പെട്ട ഇടങ്ങളിൽ മരക്കൊമ്പുകൾ വെച്ച് അപായ സൂചന നൽകി. അപകടങ്ങൾ ഒഴിവാക്കാൻ പാതയിലുള്ള ഇത്തരത്തിലുള്ള പ്രതിസന്ധി പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അതിതീവ്ര മഴയിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളെ കാര്യക്ഷമമായി പ്രതിരോധിക്കാൻ ജില്ലാ ഭരണകൂടം അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള കോൺഗ്രസ് എം തൃശൂർ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. തൃശൂർ നഗരത്തിലടക്കം ജില്ലയിൽ പല പ്രദേശങ്ങളും വെള്ളക്കെട്ടിനടിയിലാണ്. ജനങ്ങൾ ദുരിതമനുഭവിക്കുകയാണ്. ആശുപത്രി, വീടുകൾ, സ്ഥാപനങ്ങൾ, കടകൾ തുടങ്ങിയിടങ്ങളിൽ കനത്ത രീതിയിൽ വെള്ളം കയറി നാശനഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ രക്ഷിക്കാൻ സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണം. മഴ മൂലം കടലിൽ മത്സ്യബന്ധനം നടത്താൻ കഴിയാതെ തീരദേശവാസികൾ പട്ടിണിയിലാണ്. ഉൾനാടൻ മത്സ്യബന്ധന തൊഴിലാളികളും ദുരിതത്തിലാണ്. ഇവർക്ക് സൗജന്യ റേഷൻ നൽകാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് എം തൃശൂർ ജില്ലാ മുൻ പ്രസിഡന്റ് MT തോമസ് മാസ്റ്ററുടെ 1ാം ചരമവാർഷികവും അനുസ്മരണ സമ്മേളനവും ശനിയാഴ്ച നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 11-ന് ഗുരുവായൂർ പേരകം സെന്റ് മേരീസ് ചർച്ച് പാരിഷ് ഹാളിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് ഉദ്ഘാടനം ചെയ്യും. തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, RH അബ്ദുൾ സലീം, സേവ്യർ ചീരൻ, ബെന്നി ചെറുവത്തൂർ, ഷാജൻ ജോസഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, ഗുരുവായൂർ. കൊച്ചിൻ ഫ്രോണ്ടിയർ തോടിലെ ചണ്ടിയും കുളവാഴയും നീക്കി. എളവള്ളി ഗ്രാമപഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന കൊച്ചിൻ ഫ്രോണ്ടിയർ തോടിലെ ചണ്ടിയും കുളവാഴയും നീക്കം ചെയ്ത് നീരൊഴുക്ക് സുഗമമാക്കി. ചേലൂർ പെരുവല്ലൂർ റോഡിലുള്ള പെരുവല്ലൂർ പാലത്തിന് കീഴെ മരം ഒഴുകിവന്ന് തടഞ്ഞതിനെ തുടർന്നാണ് നീരൊഴുക്ക് തടസ്സപ്പെട്ടത്. ഒഴുകിവന്ന ചണ്ടിയും കുളവാഴയും പ്ലാസ്റ്റിക് കുപ്പികളുമാണ് ഒഴുക്കിന് തടസ്സമായിരുന്നത്. കൊച്ചിൻ ഫ്രോണ്ടിയർ തോടിലെ ഒഴുക്ക് തടസ്സപ്പെട്ടാൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതിനാൽ പഞ്ചായത്ത് അധികാരികൾ അടിയന്തരമായി തടസ്സങ്ങൾ നീക്കം ചെയ്യാൻ രംഗത്ത് വരികയായിരുന്നു. പാലത്തിന് സമീപം തോടിലേക്ക് തള്ളി നിൽക്കുന്ന കുറ്റിക്കാടുകളും മുക്കന്ത്ര ഭാഗത്ത് അടിഞ്ഞുകിടക്കുന്ന ചണ്ടിയും നീക്കം ചെയ്തതോടെ നീരൊഴുക്ക് സുഗമമായി. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, ഗ്രാമപഞ്ചായത്ത് അംഗം സനിൽ കുന്നത്തുള്ളി എന്നിവർ നേതൃത്വം നൽകി. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡ് പൊറവൂർ ചോല വെള്ളൂരാൻ കുണ്ട് റോഡിൽ കനത്ത വെള്ളക്കെട്ട്. റോഡ് നിർമ്മാണത്തിലെ അപാകതയാണ് വെള്ളക്കെട്ടിന് കാരണമായതെന്ന് നാട്ടുകാർ ആരോപിച്ചു. 3 വർഷം മുൻപ് നിർമ്മിച്ച റോഡിൽ നിലംപതി പോലെ താഴ്ന്ന ഭാഗത്താണ് മഴവെള്ളം കെട്ടിനിൽക്കുന്നത്. മഴവെള്ളത്തോടൊപ്പം ഒലിച്ചുവരുന്ന മാലിന്യവും കെട്ടിനിന്ന് ദുർഗന്ധം അനുഭവപ്പെടുന്നതായും പറയുന്നു. റോഡിനിരുവശവും കാനയില്ലാത്തതും മഴവെള്ളം ഒലിച്ചു പോകാനായുള്ള ഇടമില്ലാത്തതുമാണ് പ്രശ്നത്തിന് പ്രധാന കാരണം. ഉയർന്ന പ്രദേശത്തു നിന്നും കുത്തനെ ഒലിച്ചു വരുന്ന മഴവെള്ളം മൂലം പരിസരത്തെ കുടുംബങ്ങൾക്ക് വീട്ടിലേക്ക് പോലും കാൽനടയായി പ്രവേശിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ്. വാഹനയാത്രയും മേഖലയിൽ ദുസ്സഹമായിരിക്കുകയാണ്. റോഡിന്റെ നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിച്ച് മേഖലയിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കോർപ്പുള്ളിയിൽ അബ്ബാസ് 1 വർഷം മുൻപ് പഞ്ചായത്ത് അധികാരികൾക്ക് പരാതി നൽകിയിരുന്നു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ഗുരുവായൂർ ക്ഷേത്ര നടയിലെ വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ വഞ്ചി ഇറക്കി പ്രതിഷേധിച്ചു.
ഗുരുവായൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരം മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജനറൽ സെക്രട്ടറി സുഭാഷ് മണ്ണാരത്ത് മുഖ്യപ്രഭാഷണം നടത്തി. പ്രസിഡന്റ് മനീഷ് കുളങ്ങര അധ്യക്ഷത വഹിച്ചു. പ്രബീഷ് തിരുവെങ്കിടം, മോഹനൻ ഈച്ചിത്തറ, പ്രദീപ് പണിക്കശ്ശേരി, ടി കെ ലക്ഷ്മണൻ, സജിത് ചൂൽപ്പുറം, ശ്രീജിത്ത് പള്ളിക്കര തുടങ്ങിയവർ സംസാരിച്ചു. ചൂണ്ടൽ തായങ്കാവിൽ നിയന്ത്രണം വിട്ട കാർ റോഡരികിൽ വെച്ചിരുന്ന ബൈക്കുകൾ ഇടിച്ചു തെറിപ്പിച്ചു. ചൂണ്ടൽ വെട്ടുകാട് റോഡിൽ കഴിഞ്ഞ ദിവസം രാത്രി 8:30യോടെയായിരുന്നു അപകടം. വെട്ടുകാട് ഭാഗത്തു നിന്ന് ചൂണ്ടൽ പാറപ്പുറം ഭാഗത്തേക്ക് വരികയായിരുന്ന എർട്ടിക കാറാണ് 8 ബൈക്കുകൾ ഇടിച്ചു തെറിപ്പിച്ചത്. പാറപ്പുറം സ്വദേശിയായ ഉണ്ണികൃഷ്ണൻ ഷോപ്പിലേക്ക് റിപ്പയറിംഗിനായി എത്തിയ ബൈക്കുകളാണ് അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ചു തെറിപ്പിച്ചത്. ബൈക്കുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഗുരുവായൂർ സ്വദേശികളായ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. മേഖലയിലെ റോഡുകൾ BMBC നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചതിനു ശേഷം ഇതുവഴി അമിത വേഗത്തിലാണ് വാഹനങ്ങൾ ചീറിപ്പായുന്നത്. കേച്ചേരി മേഖലയിൽ ഗതാഗതക്കുരുക്ക് നിത്യസംഭവമായതോടെ സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളും ഇതുവഴിയാണ് സ്ഥിരമായി യാത്ര നടത്തുന്നത്. ധർമ്മം എന്നത് വ്യക്തിനിഷ്ഠമാണെന്ന് അഖില ഭാരതീയ സത്സമിതി ദേശീയ ജനറൽ സെക്രട്ടറി സ്വാമി ജിതേന്ദ്രാനന്ദ സരസ്വതി പറഞ്ഞു. ഗുരുവായൂർ സായി സഞ്ജീവനി ട്രസ്റ്റ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സനാതനധർമ്മത്തിൽ ഈശ്വരാരാധനയ്ക്ക് അനേകം രീതികളുണ്ട്. ഓരോ വ്യക്തിയും തനിക്ക് യോജിക്കുന്ന രീതി തെരഞ്ഞെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ട്രസ്റ്റ് അധ്യക്ഷൻ മൗനയോഗി സ്വാമി ഹരിനാരായണന്റെ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടന്നു. വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ സഹായം സിനിമാ താരം സന്തോഷ് പണ്ഡിറ്റ് വിതരണം ചെയ്തു. ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വിതരണ ഉദ്ഘാടനം വാർഡ് കൌൺസിലർ രേണുക ശങ്കർ നിർവഹിച്ചു. സ്പിരിച്വൽ ഓൺലൈൻ പോർട്ടലായ ഗുരുവായൂർ ടൈംസിന്റെ ഉദ്ഘാടനം ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ, മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയവർ സംസാരിച്ചു. ഗണപതി ഹോമം, ശ്രീരുദ്രഹോമം എന്നിവയ്ക്ക് സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി നേതൃത്വം നൽകി. തമിഴ്നാട്ടിൽ നിന്നുള്ള സംരംഭകൻ CM കമരാജിനെ സായി ധർമ്മരത്ന പുരസ്കാരം സമ്മാനിച്ചു. സംസ്കൃതത്തിൽ ഡോക്ടറേറ്റ് നേടിയ പത്മനാഭൻ മാസ്റ്ററെ ആദരിച്ചു. സായി സ്വർഗഭജൻ മാല പ്രവർത്തകരുടെ ഭജൻസും മഹാസന്യാസി പൂജയും ഉണ്ടായിരുന്നു. C. അരുൺ നമ്പ്യാർ, സബിത രഞ്ജിത്ത്, ജയപ്രകാശ്, കേശവൻ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, ഗുരുവായൂർ. കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ കഥകളി ആചാര്യൻ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ആശാനെ ജന്മനാട് ആദരിക്കുന്നു. കോതച്ചിറ അരുണോദയം വായനശാലയുടെ നേതൃത്വത്തിലാണ് ആദര സദസ്സ് സംഘടിപ്പിക്കുന്നത്. മെയ് 25 ശനിയാഴ്ച വൈകിട്ട് 6-ന് ഘോഷയാത്രയോടെ ആരംഭിക്കുന്ന സദസ്സിന്റെ ഉദ്ഘാടനം ദേവസ്വം പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി K. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. മുൻ ചീഫ് സെക്രട്ടറിയും ഗാനരചയിതാവുമായ K. ജയകുമാർ IAS വിശിഷ്ടാതിഥിയാകും. പത്മശ്രീ കലാമണ്ഡലം ഗോപി ആശാൻ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ചടങ്ങിൽ കലാമണ്ഡലം കുട്ടിനാരായണൻ അധ്യക്ഷത വഹിക്കും. തുടർന്ന് മൂഴിക്കുളം ഹരികൃഷ്ണൻ, പേരാമംഗലൂർ നാരായണൻ, ബാലഗോപാലൻ എന്നിവരുടെ സംഗീത കച്ചേരിയും ബാലസുബ്രഹ്മണ്യത്തിന്റെ രാഗഭാവ സമന്വയവും അരങ്ങേറും. അനുമോദന സദസ്സിന് വായനശാല ഭാരവാഹികൾ നേതൃത്വം നൽകും. കടങ്ങോട് പഞ്ചായത്തിലെ അങ്കണവാടികളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്ത LDF ഭരണസമിതിയുടെ അനാസ്ഥയ്ക്കെതിരെയും പിഞ്ചുകുഞ്ഞുങ്ങളുടെ ജീവന് സുരക്ഷ നൽകണമെന്നാവശ്യപ്പെട്ടും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. 1-ാം വാർഡിലെ 102 നമ്പർ ചിറമനേങ്ങാട് അങ്കണവാടി ചോർന്നൊലിച്ച് ശോചനീയമായ അവസ്ഥയിലാണ്. 10 മാസം മുമ്പ് ആരംഭിച്ച അറ്റകുറ്റപ്പണി ഇതുവരെയും പൂർത്തിയാക്കിയിട്ടില്ല. സ്വകാര്യ വ്യക്തിയുടെ വാടക വീട്ടിലാണ് അങ്കണവാടി പ്രവർത്തിക്കുന്നത്. ഇതിന് 10 മാസമായി വാടക നൽകാത്തതിനാൽ ഒഴിഞ്ഞുകൊടുക്കുവാൻ ഉടമ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ അങ്കണവാടിക്ക് ടീച്ചറില്ലെന്നും ഭൂരിഭാഗം അങ്കണവാടികളും ശോചനീയമായ അവസ്ഥയിലാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. DCC സെക്രട്ടറി VK രഘുസ്വാമി ധർണ ഉദ്ഘാടനം ചെയ്തു. 10,000 രൂപ അവരുടെ ഈ പൂർവ്വ മഴയ്ക്ക് മുമ്പ് ഉണ്ടായിരുന്ന ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് ഒരു പൊതി ഈ എന്തായി പൊടി കൊടുക്കാറുണ്ട്. എന്ത് പൊടിയാണ്? ബ്ലീച്ചിങ് പൗഡർ കൊടുക്കാൻ പോലും ഈ പഞ്ചായത്തിൽ സാധിച്ചിട്ടില്ല. ഇപ്പം ഇവിടെ കുപ്പി വരക്കാൻ നടക്കുന്നുണ്ട്. തൊഴിലുറപ്പുകാരോ എന്താ കുടുംബശ്രീക്കാരോ ആ കുപ്പി കൊടുക്കാൻ കൊടുക്കുന്നതിന് ഒരു വീട്ടുകാർ 50 രൂപ കൊടുക്കണം. 50 രൂപ കൊടുത്തില്ലെങ്കിൽ ഒരു കൊല്ലം നികുതി അടയ്ക്കുമ്പോൾ 12 × 50 600 ഉറുപ്പ്യ നികുതിയിൽ കൂട്ടിപ്പിടിക്കും. ഈ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട സകല റോഡുകളും താറുമാറായി കിടക്കുക. തിപ്പൽശ്ശേരി റോഡായാലും ശരി, അതുമാതിരി തന്നെ ഇവരുടെ കാലത്ത് പണിത പായറ്റമൂറിൽ നിന്ന് പണിത റോഡായാലും ശരി, അഴിമതി നടത്തി ടാറില്ല, കരിയോല ഒഴിച്ചിട്ടാണ് ടാർ ചെയ്തിട്ടുള്ളത് കറുത്ത നിറം ഉണ്ടാക്കാൻ.
കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടം അധ്യക്ഷനായി. മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ ജയശങ്കർ, മഹിളാ കോൺഗ്രസ് സ്റ്റേറ്റ് സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, പ്രവാസി കോൺഗ്രസ് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി യാവൂട്ടി ചിറമനേങ്ങാട്, വ്യാപാരി വ്യവസായി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എം.എച്ച്. നൌഷാദ്, PV കൃഷ്ണൻകുട്ടി, സലാം വലിയകത്ത്, അക്ഷയ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ സൈബുനിസ ഷർഫു, രജിത ഷാജി അമ്മാട്ട്, ജോളി തോമസ് എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU, INTUC നേതാക്കൾ പങ്കെടുത്തു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലാ അടിസ്ഥാനത്തിൽ എംപവർമെന്റ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. കുന്നംകുളം ബദനി ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അബ്ദുൾ ബഷീർ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഫാദർ ബിജു നന്ദക്കര അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലയിലെ 78 വിദ്യാലയങ്ങളിൽ നിന്ന് പ്രധാന അധ്യാപകരും മാനേജർമാരും പങ്കെടുത്തു. വിദ്യാർത്ഥികളിൽ ഉത്തമ പൌരന്മാരെ വാർത്തെടുക്കുന്നതിനും മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിനുമായാണ് എംപവർമെന്റ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അബ്ദുൾ ഗനി, ജില്ലാ ട്രഷറർ ഫാദർ ബെഞ്ചമിൻ OIC, SRG അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ദേവസ്വം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2024-25 അധ്യയന വർഷത്തിൽ +1 കോഴ്സിലേക്കുള്ള മാനേജ്മെന്റ് കോട്ട പ്രവേശനത്തിനുള്ള അപേക്ഷകൾ മെയ് 27 മുതൽ ജൂൺ 17 വരെ ദേവസ്വം വെബ്സൈറ്റിലുള്ള ഗൂഗിൾ ഫോം വഴി സ്വീകരിക്കും. അപേക്ഷകർ +1 പ്രവേശനത്തിന് യോഗ്യത നേടിയവരായിരിക്കണം. തൃശൂർ ജില്ലയിലുള്ളവർക്ക് മാത്രമാണ് മാനേജ്മെന്റ് കോട്ട വഴി പ്രവേശനം. അപേക്ഷാ ഫോറത്തിന് 25 രൂപയാണ് വില. തോരാത്ത മഴയിലും ചോരാത്ത ആവേശവുമായി പഴഞ്ഞി യുവധാര ബാബു പുലിക്കോട്ടിലിന്റെ ഓർമ്മയ്ക്കായി ഫ്ലഡഡ് ഫുട്ബോൾ മേള പഴഞ്ഞി സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചു. 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ അണിനിരുന്ന ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം മുൻ പഞ്ചായത്ത് അംഗം A മണികണ്ഠൻ നിർവഹിച്ചു. CPIM ലോക്കൽ കമ്മിറ്റി അംഗം KK സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. യുവധാര ചെയർമാൻ KR ബിനോഷ്, കൺവീനർ VC ഷാജൻ, കാട്ടകാബാൽ പഞ്ചായത്ത് മെമ്പർമാർ, CPIM ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. രാത്രി 8 മണിക്ക് 2 കളികൾ വീതമാണ് ഗ്രൗണ്ടിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ 5 സ്റ്റാർ തൃശൂരും BFC പഴഞ്ഞിയും ജേതാക്കളായി. മെയ് 26-ന് ഫുട്ബോൾ മേള സമാപിക്കും. മുണ്ടത്തിക്കോട് സ്നേഹകൂടാരത്തിന്റെ കീഴിൽ കലാഗ്രാമം പഠിപ്പിക്കുന്ന പഞ്ചാരി മേളത്തിന്റെ അരങ്ങേറ്റം പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ നടന്നു. മേൽശാന്തി അനീഷ് കൈലാസം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. സമിതി സെക്രട്ടറി രാജു മാരാത്ത് അധ്യക്ഷത വഹിച്ചു. ശ്രീഹരി അവണൂർ, ആദിനാഥ് തുണ്ടത്തിൽ, ഗൃത്തിക് മുണ്ടത്തിക്കോട്, അർജുൻ തുണ്ടത്തിൽ, ആദ്യോദയ് മാവിൻചുവട്, അഭിനവ് എന്നിവരാണ് അരങ്ങേറ്റം നടത്തിയത്. അവരോടൊപ്പം 45ഓളം കലാകാരന്മാർ പങ്കെടുത്ത പഞ്ചാരി മേളവും അരങ്ങേറി. വിനീത് മുണ്ടത്തിക്കോടായിരുന്നു ഗുരുനാഥൻ. പോർക്കുളം ഭാസ്കരൻ വിശിഷ്ടാതിഥിയായി. സ്നേഹകൂടാരം ഭാരവാഹികളായ സുധി പന്തയ്ക്കൽ, രഞ്ജിത്ത് പണിക്കർ, ജിത്തു തുടങ്ങിയവർ നേതൃത്വം നൽകി. കാട്ടകാമ്പാൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ആദരണീയം സംഘടിപ്പിക്കുന്നു. കാട്ടകാമ്പാൽ വില്ലേജിൽപ്പെട്ട ബാങ്കിന്റെ പരിധിയിലുള്ള SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവർ, ബിരുദാനന്തര വിഷയങ്ങളിൽ 80%-ലധികം മാർക്കുള്ളവരെയുമാണ് അനുമോദിക്കുന്നത്. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30-ന് സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ കുന്നംകുളം കാർഷിക ഗ്രാമ വികസന ബാങ്ക് പ്രസിഡന്റ് ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം നിർവഹിക്കും. ബാങ്ക് പ്രസിഡന്റ് ബിജോയ് B തോലത്ത് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ മുഖ്യാതിഥിയാകും. കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ 2023-24 അധ്യയന വർഷത്തിൽ SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ നഗരസഭാ പരിധിയിൽപ്പെട്ട വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ നഗരസഭാ പരിധിയിലെ സ്കൂളുകളെയും ആദരിക്കുന്നു. അർഹതപ്പെട്ട വിദ്യാർത്ഥികൾ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി, കൌൺസിലറുടെ സാക്ഷ്യപ്പെടുത്തൽ, ഫോട്ടോ എന്നിവ സഹിതം നഗരസഭാ ഹെൽത്ത് വിഭാഗത്തിൽ 30-ാം തീയതിക്കകം സമർപ്പിക്കേണ്ടതാണെന്ന് നഗരസഭാധികൃതർ അറിയിച്ചു. ചോർന്നൊലിക്കുന്ന അണ്ടത്തോട് ഹോസ്പിറ്റൽ കോൺഗ്രസ് പുന്നേർകുളം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് PP ബാബുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം CCTV വാർത്ത നൽകിയിരുന്നു. ആരോഗ്യ വകുപ്പിനും ഫിഷറീസ് വകുപ്പിനും പഞ്ചായത്തിനും പരാതി നൽകുമെന്ന് നേതാക്കൾ പറഞ്ഞു.
ഇലക്ഷനു മുമ്പ് രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ഉദ്ഘാടനം ചെയ്ത പുതിയ കെട്ടിടം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാത്തതും വേണ്ട സൌകര്യങ്ങൾ ചെയ്യാത്തതും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. കോൺഗ്രസ് പുന്നയൂർകുളം മണ്ഡലം പ്രസിഡന്റ് പി ബാബു, നേതാക്കളായ കമറുദ്ദീൻ, ടിപ്പു ആറ്റുപുറം, ഇസ്ഹാഖ് ചാലിൽ, മായിൻ, റാഫി മാലിക്കുളം തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ ക്ലിനിക്ക് സംഘടിപ്പിച്ചു. പോർക്കുളം ഗ്രാമപഞ്ചായത്തിലെ പ്രധാന വിളയായ കവുങ്ങ് കൃഷിയിൽ കർഷകൻ നേരിടുന്ന പ്രധാന കീടരോഗബാധകളെയും അവയ്ക്കുള്ള പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ക്ലാസ് എടുത്തു. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ നടന്ന ക്ലാസ് റിട്ടയേർഡ് APO രമേശ് നയിച്ചു. കൃഷി ഓഫീസർ പ്രശാന്ത് അരവിന്ദ് കുമാർ, കൃഷി അസിസ്റ്റന്റ് സന്തോഷ് കുമാർ, പെസ്റ്റ് സ്കൌട്ട് ബിജിന എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ദേവസ്വം ശ്രീകൃഷ്ണ കോളേജിൽ 2024-25 അധ്യയന വർഷത്തിൽ ബിരുദ കോഴ്സുകളിലേക്ക് മാനേജ്മെന്റ് കോട്ടയിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. മെയ് 27 മുതൽ ജൂൺ 17 വരെ അപേക്ഷകൾ സ്വീകരിക്കും. അപേക്ഷകർ ബിരുദ പ്രവേശനത്തിന് യോഗ്യത നേടിയവരായിരിക്കണം. BA സംസ്കൃതം, ഇംഗ്ലീഷ്, മലയാളം, ഇക്കണോമിക്സ്, ഹിസ്റ്ററി, ഫംഗ്ഷണൽ ഇംഗ്ലീഷ്, BSc മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോകെമിസ്ട്രി, ബോട്ടണി, സുവോളജി, BCom എന്നീ കോഴ്സുകളിലേക്കാണ് പ്രവേശനം. മാനേജ്മെന്റ് കോട്ട വഴി പ്രവേശനം തൃശൂർ ജില്ലയിലുള്ളവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. 250 രൂപയാണ് അപേക്ഷാ ഫോമിന്റെ വില. ചാലിശ്ശേരി പടിഞ്ഞാറെ പട്ടിശ്ശേരി ന്യൂ സ്റ്റാർ പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. പൂരാഘോഷ കമ്മിറ്റി പരിസരത്ത് നടന്ന ചടങ്ങിൽ ഭാരവാഹികളായ പരശു, ഹരി, രാജേഷ്, വേണു തുടങ്ങിയവർ വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകി അനുമോദിച്ചു. ആതുര സേവന രംഗത്തും സാംസ്കാരിക രംഗത്തും കമ്മിറ്റി സജീവമാണ്. വേലൂരിൽ അജ്ഞാത ജീവിയുടെ ആക്രമണം കേവലം തെരുവുനായ ആക്രമണമാക്കി ഒതുക്കാൻ ശ്രമമെന്ന് ആരോപണം. പ്രതിഷേധവുമായി പഞ്ചായത്ത് പ്രതിപക്ഷാംഗം അനിൽ മാസ്റ്റർ രംഗത്തെത്തി. പ്രദേശത്ത് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ 5 ആടുകളും 2 പശുക്കിടാങ്ങളുമാണ് ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഉടമസ്ഥരോ മറ്റുള്ളവരോ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്ന ജീവിയെ നാളിതുവരെ കണ്ടിട്ടില്ല. ആക്രമിക്കപ്പെട്ട വളർത്തുമൃഗങ്ങളുടെ ശരീരത്തിൽ 6 ഇഞ്ചോളം ആഴത്തിൽ മുറിവേൽപ്പിക്കുകയും രക്തം കുടിക്കുകയും ചെവികൾ കടിച്ചെടുക്കുകയുമാണ് അക്രമകാരിയായ ജീവി ചെയ്യുന്നത്. ഒരു ജീവിയുടെയും ശരീരത്തിൽ നിന്ന് മാംസം കടിച്ചെടുത്തിട്ടുമില്ല. കഴിഞ്ഞയാഴ്ച അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആടുകളെ പരിശോധിക്കാനെത്തിയ ഡോക്ടറും പറയുന്നത് അക്രമി ഏതുതരം ജീവിയാണെന്ന് അറിയില്ല എന്നാണ്. വസ്തുതകൾ ഇങ്ങനെയിരിക്കെ ചിലർ തെറ്റായ മാധ്യമവാർത്തകൾ നൽകി ഗുരുതരമായ ഒരു വിഷയത്തെ നിസ്സാരവൽക്കരിക്കുകയാണെന്നും വനംവകുപ്പ് അധികൃതർ അന്വേഷിക്കണമെന്നും മെമ്പർ അനിലൻ മാസ്റ്റർ പറഞ്ഞു. വേലൂർ ഗ്രാമപഞ്ചായത്ത് അതിർത്തിയിൽ ഇതിനകം നിരവധി ആട്ടിൻകുട്ടികളും പശുക്കുട്ടികളുമെല്ലാം അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ജീവൻ വെടിഞ്ഞവയാണ്. നമുക്ക് അവയുടെ എല്ലാം ശവശരീരങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 5 മുതൽ 7 ഇഞ്ചോളം വരെ താഴ്ചയുള്ള മുറിവുകളാണ് ഓരോ ജീവികളിലും ഉണ്ടായിട്ടുള്ളത്. ഇതെല്ലാം കേവലം ഒരു നായിൽ നിന്നുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൂടാ. ചത്തുപോയ ജീവികളുടെ നട്ടെല്ലുകളെല്ലാം കടിച്ച് മുറിച്ച അവസ്ഥയിലാണ്. അതുപോലെ ഇവയുടെ എല്ലാം ചെവികളും നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. വനംവകുപ്പ് ഈ ഒരു വിഷയത്തിൽ വളരെ ശുഷ്കാന്തി പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ നിരീക്ഷണം നടത്തണമെന്ന് വളരെ നാടിൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. CCTV ന്യൂസ്, വേലൂർ. പകർച്ചവ്യാധി ഭീഷണി തടയാൻ കാന വൃത്തിയാക്കി സാമൂഹിക പ്രവർത്തകൻ അനുമോൻ C. തമ്പി മാതൃകയായി. പെങ്ങാമുക്ക് മെയിൻ റോഡിൽ നിന്നും ആനപ്പറമ്പ് റോഡിലേക്ക് തിരിയുന്ന ഭാഗത്തെ കാനയിലാണ് പ്ലാസ്റ്റിക് മാലിന്യവും മറ്റും ഒഴുകിവന്ന് ഒഴുക്ക് തടസ്സപ്പെട്ടത് യുവാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ കാന വൃത്തിയാക്കി. പെങ്ങാമുക്ക് പത്ര ഏജന്റും സാമൂഹിക പ്രവർത്തകനുമാണ് അനുമോൻ C. തമ്പി. മേഖലയിൽ ഒട്ടേറെ പ്രദേശങ്ങളിൽ കാനകളിൽ മാലിന്യം കെട്ടിക്കിടക്കുന്നുണ്ട്. പ്രദേശവാസികൾ ഒത്തൊരുമിച്ചാൽ മാലിന്യം നീക്കം ചെയ്യാൻ കഴിയുമെന്ന് അനുമോൻ പറയുന്നു. മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും അനുമോൻ ആവശ്യപ്പെട്ടു. പാറേമ്പാടം ആറ്റുപുറം റോഡ് പണി പൂർത്തിയായതിനു ശേഷം കാനകൾ മഴക്കാലത്തിന് മുൻപ് പഞ്ചായത്ത് അധികൃതർ വൃത്തിയാക്കാറുണ്ട്. എന്നാൽ ഇത്തവണ പലയിടത്തും കാന ശുചീകരണം പൂർത്തിയായിട്ടില്ല. റോഡിലെ ആനപ്പറമ്പ് റോഡിലേക്ക് തിരിയുന്ന കാനയാണ് ഈ കാണുന്നത്. ഈ കാനയിൽ സമീപവാസികളും നാട്ടുകാരും ഇടുന്ന വേസ്റ്റ് അടഞ്ഞിട്ടാണ് ഈ കാനയിൽ വെള്ളം ബ്ലോക്കായത്. അത് എൻ്റെ സ്വന്തം തീരുമാനപ്രകാരം കാനയിൽ നിന്ന് വേസ്റ്റുകൾ മാറ്റി വൃത്തിയാക്കുകയും വെള്ളത്തിൻ്റെ ഒഴുക്ക് സുഗമമായി പോകാനും തയ്യാറാക്കി. ഇത് എല്ലാവരും സ്വന്തം നാട്ടിൽ വൃത്തിയാക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പകർച്ചവ്യാധികളും മറ്റും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. കുന്നംകുളം ബദനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ നേതൃത്വത്തിൽ 2 മാസമായി നടത്തിവന്നിരുന്ന സമ്മർ ക്യാമ്പ് സമാപിച്ചു.
ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, സ്കേറ്റിംഗ്, ബാഡ്മിന്റൺ, സൈക്ലിംഗ്, IT, കരാട്ടെ എന്നീ ഇനങ്ങളിലായിരുന്നു ക്യാമ്പ്. വിവിധ സ്കൂളുകളിൽ നിന്നായി 200-ലധികം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. സമാപന സമ്മേളനം കുന്നംകുളം എക്സൽ പബ്ലിക് സ്കൂൾ മാനേജർ വിക്ടർ TI ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ജിഷിൽ സമ്മാനദാനം നിർവഹിച്ചു. പഠനത്തോടൊപ്പം കുട്ടികൾക്ക് വിവിധ മേഖലകളിലുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന മത്സരങ്ങളും ക്യാമ്പുകളും അഭിനന്ദനാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വിക്ടർ TI പരിശീലകരായ അധ്യാപകരെ ആദരിച്ചു. ബ്ലൂമിംഗ് ബഡ്സ് വിദാനിയ സീനിയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഷേബ ജോർജ്, ഫാദർ യാക്കോബ് IC, ജിഷ്ണു എന്നിവർ സംസാരിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ ഫുട്ബോൾ കഴിവുകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തലക്കൂട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വിദ്യ സ്പോർട്സ് ഔട്ട്റീച്ച് സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു. 30 ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ 37ഓളം പേർ പങ്കെടുത്തു. വ്യക്തിഗത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സാങ്കേതികവും തന്ത്രപരവുമായ കഴിവ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഉയർന്ന യോഗ്യതയുള്ള പരിശീലനം ലക്ഷ്യമിട്ടുള്ളതായിരുന്നു വേനൽക്കാല ഹൈ പെർഫോമൻസ് ഫുട്ബോൾ ക്യാമ്പ്. സമാപന ചടങ്ങിൽ അസിസി ഇംഗ്ലീഷ് മീഡിയം HSS മാനേജർ റവറന്റ് സിസ്റ്റർ സെലിൻ ജോസഫ്, വിദ്യാ പ്രിൻസിപ്പാൾ ഡോക്ടർ സുനിത, അസിസി ഇംഗ്ലീഷ് മീഡിയം കായിക അധ്യാപകൻ ജോസി പോന്നൂർ, അസിസി PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അരുൺ ദാസ്, വിദ്യാ കായിക അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. പരിശീലനാർത്ഥികൾക്കുള്ള ഫുട്ബോൾ ജേഴ്സി ഡോക്ടർ സുനിത C, റവറന്റ് സിസ്റ്റർ സെലിൻ ജോസഫ് എന്നിവർ വിതരണം ചെയ്തു. പുന്നേർകുളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് സജീവ സാന്നിധ്യവും ദീർഘകാലം ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്ന വിനോദിനി അമ്മയുടെ ചരമവാർഷികം ആചരിച്ചു. ആൽത്തറ രാമരാജ സ്കൂളിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. RSS ഖണ്ഡ് സംഘചാലക് PN മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി, CS രാജീവ്, വിനൽകുമാർ, ബാലഗോകുലം ജില്ലാ അധ്യക്ഷൻ KM പ്രകാശൻ തുടങ്ങിയവർ പങ്കെടുത്തു. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഔദ്യോഗിക പദവിയിൽ നിന്നും വിരമിക്കുന്ന സൂപ്രണ്ട് ഡോക്ടർ E. സുഷമ, LHS അജിതകുമാരി, ഓഫീസ് അസിസ്റ്റന്റ് തങ്കമണി എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. ആശുപത്രി ജീവനക്കാരുടെയും പൊതുജനങ്ങളുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യാത്രയയപ്പ് സമ്മേളനത്തിൽ ആരോഗ്യ പ്രവർത്തകർ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടോണി, ഹെൽത്ത് സൂപ്പർവൈസർ മുഹമ്മദ് ഇക്ബാൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശ് ജേക്കബ്, പബ്ലിക് ഹെൽത്ത് നഴ്സ് ഷീല പോൾ, JHIമാരായ ബാബു ഫ്രാൻസിസ്, ജോസഫ്, KA ചന്ദ്രൻ, PRO KK ബിന്ദു, അരുന്ധതി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ദേവസ്വത്തിൽ ഒഴിവുള്ള സോപാനം, കാവൽ, വനിതാ സെക്യൂരിറ്റി തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്കുള്ള കൂടിക്കാഴ്ച മെയ് 29 ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ ദേവസ്വം കാര്യാലയത്തിൽ നടക്കും. കൂടിക്കാഴ്ചയ്ക്ക് യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികളുടെ പേര് വിവരം ഗുരുവായൂർ ദേവസ്വം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 0487 25 56 33 5 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആൽത്തറ, പെരുമ്പിലാവ് യൂണിറ്റുകൾ സംയുക്തമായി മലർവാടി ബാലോത്സവം 2024 സംഘടിപ്പിച്ചു. അൻസാർ കോളേജ് ക്യാമ്പസിൽ നടന്ന പരിപാടി പൊന്നാനി താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് VV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മലർവാടി ആൽത്തറ യൂണിറ്റ് രക്ഷാധികാരി മുജീബ് പട്ടേൽ അധ്യക്ഷത വഹിച്ചു. മലർവാടി ഏരിയ കോർഡിനേറ്റർ അബ്ദുൽ ഫത്താഹ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ജമാഅത്തെ ഇസ്ലാമി അക്കിക്കാവ് വനിതാ യൂണിറ്റ് പ്രസിഡന്റ് കെൻസ സലാഹുദ്ദീൻ, സദീഖ മുജീബ് എന്നിവർ സംസാരിച്ചു. പേപ്പർ വാക്കിംഗ്, പേപ്പർ ബോക്സ് മേക്കിംഗ്, ബലൂൺ ഊതി വീർപ്പിക്കൽ തുടങ്ങിയ വിവിധ ഇനം മത്സരങ്ങളും വ്യത്യസ്ത ഇനം മത്സരങ്ങളും അരങ്ങേറി. ബാലോത്സവ താരങ്ങളായ വിദ്യാർത്ഥികൾക്കൊപ്പം ലീഡ് വെൽഫെയർ ഭാരവാഹിയായ MN സലാഹുദ്ദീന്റെ നേതൃത്വത്തിൽ നടന്ന കൊട്ടും പാട്ടും മത്സരം വേറിട്ടതായി. മത്സര വിജയികൾക്ക് SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ച വിദ്യാർത്ഥി സംറിൻ ഖദീജ സലീം സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മത്സരങ്ങൾക്ക് ഫഹദ്, ജാസ്മിൻ, റയ മുജീബ്, ഷഹബിയ എന്നിവർ നേതൃത്വം നൽകി. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡ് ADSന്റെ നേതൃത്വത്തിൽ എന്നിടം വിജയോത്സവം സംഘടിപ്പിച്ചു. വാർഡ് തല കുടുംബശ്രീ കൂട്ടായ്മയുടെ കലാപരിപാടികളും വാർഡിലെ മുഴുവൻ SSLC+2 വിജയികളെ ആദരിക്കുകയും ചെയ്തു. കടങ്ങോട് CRS ചെയർപേഴ്സൺ സൗമ്യ സുരേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി ഉദ്ഘാടനം നിർവഹിച്ചു. കടങ്ങോട് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TP ലോറൻസ് മുഖ്യാതിഥിയായി. വാർഡിലെ SSLC+2 വിജയികൾക്ക് ട്രോഫികൾ നൽകി ആദരിച്ചു. ബാലസഭ, ഓക്സിലറി, വയോജന കുടുംബശ്രീ അംഗങ്ങളുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും നടന്നു.
ചമ്മന്നൂർ GM-LP സ്കൂളിൽ ഒഴിവുള്ള 3 LPS തസ്തികകളിലേക്ക് ഫുൾ ടൈം ജൂനിയർ അറബിക് തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ 28-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 10:30 നടത്തും. താൽപര്യം ഉള്ള കേട്ടറ്റ് യോഗ്യത ഉള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണമെന്ന് പ്രധാന അധ്യാപിക അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 75 61 00 3899 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പിറന്നാൾ ദിനത്തിൽ രക്തം ദാനം ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചാലക്കുടി ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിലെ അധ്യാപക വിദ്യാർത്ഥികൾ. പെരുമ്പിലാവ് മാർ ഒസ്താത്തിയോസ് കോളേജിൽ നടക്കുന്ന ത്രിദിന പരിശീലന ക്യാമ്പിലെ അധ്യാപക വിദ്യാർത്ഥികൾ ലഹരിക്കെതിരെയും പോരാടുമെന്ന് പ്രതിജ്ഞയെടുത്തു. 78 തവണ രക്തദാനം ചെയ്ത ലഹരി വിരുദ്ധ പ്രവർത്തകനും 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസറുമായ മേജർ PJ സ്റ്റൈജുവിനെ ഉപഹാരം നൽകി ആദരിച്ചു. പ്രിൻസിപ്പാൾ ഡോക്ടർ സുരേഷ് VS ഉപഹാരം സമ്മാനിച്ചു. മാർ ഒസ്താത്തിയോസ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ CP ബാബു, അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. 3 ദിവസത്തെ പരിശീലനത്തിൽ അഡ്വക്കേറ്റ് അഷ്കർ അലി കാരത്തോട്, ജോസഫ് വയനാട്, പ്രശാന്ത് നീലകണ്ഠൻ എന്നിവർ ക്ലാസ് എടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സൗജന്യ നേത്ര തിമിര നിർണയ പരിശോധനാ ക്യാമ്പ് നടത്തുന്നു. സംഘടനയുടെ 24-ാം വാർഷികത്തിന്റെ ഭാഗമായി കാട്ടകാമ്പാൽ ചിറക്കൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മെയ് 28 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ ചിറക്കൽ സംഗമം പാലസിലാണ് ക്യാമ്പ് നടത്തുക. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. യൂണിറ്റ് പ്രസിഡന്റ് സോണി സക്കറയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ നിർവഹിക്കും. ഗുരുവായൂർ അർബൻ ബാങ്കിൽ നിന്നും 29 വർഷത്തെ സർവീസിൽ നിന്നും വിരമിക്കുന്ന കുപ്സോ യൂണിയൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും ബ്ലാങ്ങാട് ബ്രാഞ്ച് മാനേജറുമായിരുന്ന CD പോളിനെ കേരള അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷൻ ഗുരുവായൂർ യൂണിറ്റ് കമ്മിറ്റി യാത്രയയപ്പ് നൽകി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PF വിൽസൺ ഉദ്ഘാടനം ചെയ്തു. വർക്കിംഗ് പ്രസിഡന്റ് മിലൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി KS സന്ദീപ്, ഗീത ദാമോദർ, AP ബിന്ദു, ശ്രീനിവാസൻ, വിനീത്, ഗോപകുമാർ, രാജീവ്, രാംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മണത്തല KSEB അറിയിപ്പ്. തിങ്കൾ മുതൽ മണത്തല KSEB ഓഫീസ് നിലവിലെ കെട്ടിടത്തിന്റെ എതിർവശത്തെ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തിക്കും. ഇതേ തുടർന്ന് അന്നേ ദിവസം ഉച്ചവരെ ക്യാഷ് കൌണ്ടർ പ്രവർത്തിക്കുന്നതല്ലെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പൂർവ്വ വിദ്യാർത്ഥികൾ ഇൻവെർട്ടർ ബാറ്ററിക്ക് സംഭാവന നൽകി. പ്രധാന അധ്യാപകൻ KP വാസുദേവന് 19,100 രൂപ കൈമാറി. 1981-82 ബാച്ച് ഉൾപ്പെടെ 14 പൂർവ്വ വിദ്യാർത്ഥികൾ സംരംഭത്തിൽ പങ്കാളികളായി. ചടങ്ങിൽ സംഭാവന നൽകിയവരുടെ പേരുവിവരം പ്രധാന അധ്യാപകന് കൈമാറി. OSA പ്രസിഡന്റ് MS രാമകൃഷ്ണൻ, PTA പ്രസിഡന്റ് ഹേമ ശശികുമാർ, OSA ട്രഷറർ AA അബ്ദുൾ മജീദ് എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വിദ്യാർത്ഥികൾക്കായി കരിയർ ഫെസ്റ്റ് ഒരുക്കുന്നു. ശനിയാഴ്ച രാവിലെ 9:30 മെയിൻ റോഡ് PP ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കരിയർ ഫെസ്റ്റിൽ സംസ്ഥാന VHSS NSS പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ രഞ്ജിത്ത് P ക്ലാസ് നയിക്കും. 10ാം തരത്തിലും ഹയർ സെക്കൻഡറി, VHSC, ബിരുദ വിദ്യാർത്ഥി എന്നിവർക്കായി പുതിയ കോഴ്സുകളും ജോലികളും പരിചയപ്പെടുത്തുന്നതിനായാണ് കരിയർ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ക്ലബ്ബ് പ്രസിഡന്റ് MM അഹമ്മദ് ഉണ്ണി, സെക്രട്ടറി ബിജു കടവാരത്ത്, ട്രഷറർ TK മണികണ്ഠൻ എന്നിവരടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി നേതൃത്വം നൽകും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6,630 രൂപ, പവന് 53,040 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 96 രൂപ. ചരമം. ചാട്ടുകുളം ഐനിക്കലയിൽ സിദ്ധി മകൻ അസീസ് എന്ന കുഞ്ഞുട്ടി നിര്യാതനായി. 51 വയസ്സായിരുന്നു. സംസ്കാരം പിള്ളക്കാട് ജുമാ മസ്ജിദിൽ നടന്നു. ലൈല ഭാര്യയാണ്. നഹാസ്, നിജില, നെഹല എന്നിവർ മക്കളാണ്. തിച്ചൂർ പൊന്നുംകുന്ന് കാളി നിര്യാതയായി. 77 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തിയിൽ നടന്നു. എരുമപ്പെട്ടി പാണയങ്ങാടൻ ഔസേബ് ഭാര്യ ത്രേസ്യ നിര്യാതയായി. 94 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10:30 എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടക്കും. ഫ്രാൻസിസ്, പോൾ എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. മണ്ണിടിച്ചിൽ ഭീതിയിൽ 15ഓളം കുടുംബങ്ങൾ. കുന്നംകുളം നഗരസഭയിലെ ഉരുളിക്കുന്ന് പ്രദേശത്താണ് 15ഓളം കുടുംബങ്ങൾ ദുരിതത്തിലായത്. അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ. കനത്ത മഴയെ തുടർന്ന് വടക്കേക്കരിക്കാട് കിണറിന്റെ ചുറ്റുമതിൽ തകർന്നു. വീതി കുറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമായി. തൃശൂർ നഗരത്തിൽ വൻ മരം വീണ് വാഹനങ്ങൾ തകർന്നു. ചിറ്റാട്ടുകരയിൽ റേഷൻ കടയിൽ വെള്ളം കയറി ഭക്ഷ്യവസ്തുക്കൾ നശിച്ചു.
എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള പരിശോധന പുനരാരംഭിച്ചു. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള പരിശോധന നിർത്തിയത്. ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്കിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കുന്നംകുളം CCTV. കെ-ഫോൺ ഇന്റർനെറ്റ് കണക്ഷനുകളിൽ തൃശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കണക്ഷനുകൾ നൽകിയ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് CCTV നെറ്റ്വർക്കിലെ എടക്കഴിയൂർ ഏഷ്യാവിഷന് ലഭിച്ചു. പാവർട്ടി സ്വദേശിയെ ചേറ്റുവ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പാവർട്ടി പൂവത്തൂർ സ്വദേശി സുരേഷിന്റെ മൃതദേഹമാണ് മുനയ്ക്കക്കടവ് മറൈൻ വർക്ക്ഷോപ്പിനടുത്ത് നിന്ന് കണ്ടെത്തിയത്. ബുധനാഴ്ച മുതൽ ഇയാളെ കാണാനില്ലായിരുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കാട്ടകമ്പാൽ മച്ചിങ്ങൽ ഹൗസ് ലേമി ജെയ്സിന്റെ 3ാം ചരമവാർഷികം ആചരിച്ചു. പരേതയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ദുഃഖാർത്തരായ ബന്ധുമിത്രാദികൾ. കരിക്കാട് പട്ടുമുറി കുഞ്ഞുണ്ണിയുടെ 4ാമത് ചരമവാർഷികം ആചരിച്ചു. പരേതന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.